നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ബീഹാറിൽ വോട്ടെടുപ്പിന്റെ ആവേശം കൊടുമ്പിരി കൊള്ളുന്ന ദിവസങ്ങൾ കൂടി മാത്രമേ ഇനി ബീഹാർ ജനത പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കാൻ ബാക്കിയുള്ളൂ. ഇരു പക്ഷത്തെ സംബന്ധിച്ചും അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ഗോഥയാണ് ബീഹാറിലെന്ന് നമുക്ക് നിസ്തർക്കം പറയാം. അവിടെ അധികാരം പിടിക്കാൻ കാത്തിരിക്കുന്ന തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം മഹാഗഡ്ബന്ധന് ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമാണ്. BJPയെ സംബന്ധിച്ചും ബീഹാറിലെ അധികാരം നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടു പക്ഷവും ഇത് കേവലമായി ഏതെങ്കിലും ഒരു കക്ഷിക്ക് മാത്രമായി ഒരു കംപ്ലീറ്റ് എഡ്ജുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കഴിയില്ല. ഇരുപക്ഷത്തിനും സാധ്യതകൾ അവശേഷിക്കുന്ന ഒന്ന്. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന RJD, ലല്ലു പ്രസാദ് യാദവിന്റെ RJD, തേജസ്വിയുടെ RJD അവിടുത്തെ സിംഗിൾ ലാർജസ്റ്റ് കക്ഷിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ കക്ഷിയാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി പദവിയിൽ വരെ എത്തുന്നത് കണ്ടല്ലോ, നിതീഷ് കുമാറുമായി ചേർന്ന്. അപ്പോൾ രണ്ട് കക്ഷികളും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. രണ്ട് കക്ഷികൾക്കും സാധ്യതയുണ്ട്, രണ്ട് മുന്നണികൾക്കും സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ തീപാർന്ന ഒരു പോരാട്ടത്തിന്റെ വേദികയായി സത്യത്തിൽ ബീഹാർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. രണ്ട് കക്ഷികളും പ്രധാനപ്പെട്ട അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, ഒപ്പം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ആദ്യഘട്ടത്തിലത്തെ പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതാണ്. NDA ആ കടമ്പ മറികടക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോഴും ആ കടമ്പ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിനകത്ത് പോലും വലിയ അസ്വാരസ്യങ്ങളുടെ ചിത്രങ്ങൾ നാം അവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. ബീഹാറിന്റെ ചുമതലയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ എങ്ങനെയാണ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ കൈകാര്യം ചെയ്തതെന്ന് നാം ഇപ്പോൾ കണ്ടു, എല്ലാവരും കണ്ടു. അതൊരു കാര്യം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഈ ആന്റി ഇൻകംബൻസി പോലുള്ള വിഷയങ്ങളൊപ്പം തന്നെ പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അതിനെല്ലാം മേലെയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന സംഗതി വെളിപ്പെടുത്തിയതിനു ശേഷം ബാംഗ്ലൂരിൽ അദ്ദേഹം ഒരു ഡീറ്റെയിൽഡ് വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത ബീഹാറിലെ തെരഞ്ഞെടുപ്പിനുണ്ട്. എന്ന് മാത്രമല്ല, ബീഹാറിൽ നടത്തിയിട്ടുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിലുള്ള SIR, തീവ്ര വോട്ട് ലിസ്റ്റ് പരിശോധന, അതിലാകപ്പാടെ കുഴപ്പമുണ്ട് എന്ന് രാജ്യത്തിന് മൊത്തം അത് കാണുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. 65 ലക്ഷം ആളുകളെയാണ് അവിടെ നിന്ന് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. പുറത്താക്കപ്പെട്ടവരിൽ നല്ല ശതമാനം ആളുകൾക്കും തങ്ങൾ പുറത്താക്കപ്പെട്ടു എന്നത് പോലും അറിയില്ല. അതിൻ്റെ പ്രോസസ്സ് എല്ലാം വളരെ സുതാര്യമായി പൂർത്തിയാക്കിയിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. ഇപ്പോഴും അത് കോടതിയിലുമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിശ്വാസത്തിൻ്റെ ഒരു നിഴൽ വീണ് കിടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് കടത്തി പറഞ്ഞാൽ കൂടി ബീഹാർ തെരഞ്ഞെടുപ്പ് അധികമാവില്ല. കാരണം ഇതിലെ കീ പ്ലേയേഴ്സ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ്, RJD അടക്കമുള്ള കക്ഷികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത പോലുള്ള കാര്യങ്ങൾക്കകത്ത് സീരിയസ് ആയിട്ടുള്ള കൺസേൺ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ സവിശേഷതകളുള്ള ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ സംസാരിക്കുന്നത്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ KP നൌഷാദ് അലി കോൺഗ്രസിൽ നിന്ന്, വലതു നിരീക്ഷകനായ ഷാബു പ്രസാദ് ഉണ്ട്, ഒപ്പം ബർട്ടൺ ക്ലീറ്റസ് രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം ഡൽഹിയിൽ നമ്മോടൊപ്പം ചേരും. ആദ്യം KP നൌഷാദ് അലി, ഈ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സീരിയസ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥ ജീവസന്ധാരണ പ്രശ്നങ്ങൾ വോട്ടായി കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള മാർഗങ്ങൾ അടയ്ക്കുന്നു. എല്ലാവർക്കും അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനോ രേഖപ്പെടുത്തിയവ പ്രോപ്പറായി കൗണ്ട് ചെയ്യാനോ കഴിയുന്ന സാഹചര്യം ഇല്ലാതായിരിക്കുന്ന പോലെയുള്ള വളരെ ഗൗരവതരമായ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. സത്യത്തിൽ ആ പ്രശ്നം ഇപ്പോഴും കോർ ഇഷ്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ, അതോ അതിനെ മറികടക്കുകയും ഒരു വിശ്വാസ്യതയുടെ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ടാണോ ഇപ്പോൾ ഈ കളി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ്, അതോ ഈ ബേസിക് വിശ്വാസ്യതാ പ്രശ്നം ഇപ്പോഴും അവിടെ കിടക്കുകയാണോ? ഇവിടെ നിഷാദ്, നമ്മളിപ്പോ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വളരെ സവിശേഷകരമാണ് എന്ന് നമ്മൾ പറയുന്നത് കേവലം ആ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത് മുൻനിർത്തി മാത്രമല്ല. ബീഹാർ ഈ രാജ്യത്തെ ഏറ്റവും മനോഹരമായ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഉള്ള ഒരു ഹിന്ദി ഹൃദയ ഭൂമിയാണ് ബീഹാർ. അവിടെ പിന്നെ 95,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്, 13 കോടി ജനമുണ്ട്, 243 MLA-മാരുണ്ട്, 75 MLC, 40 ലോക്സഭ, 16 രാജ്യസഭ. ഇങ്ങനെ ആ സംസ്ഥാനം വൈവിധ്യപൂർണമാകുന്നത് അത് BJPക്ക് അവിടെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത, അവിടെ ഒരു മുന്നണിയിലെ ഒരു പാർട്ട്ണർ മാത്രമായിട്ട് നിലനിന്ന് പോകേണ്ട വന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതിന്റെ ഒരു പശ്ചാത്തലം കൂടിയാണ് ഞാനീ പറയുന്നത്. അവിടെ ഈ മിഥിലാഞ്ചൽ എന്നൊരു പ്രദേശം, അവിടെ 3.5 കോടി ആളുകൾ മൈഥിലി ഭാഷ സംസാരിക്കുന്നു, കാക്കോടി ആളുകൾ സുർജേപുരി ഭാഷ സംസാരിക്കുന്നു, അവിടെ മഗധയുണ്ട്, വലിയ പ്രാചീന ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ മഗധി ഭാഷയാണ് 2.25 കോടി ആളുകൾ സംസാരിക്കുന്നത്. അവിടെ ചമ്പാരനുണ്ട്, അവിടെ ബാജിക്ക ഭാഷ സംസാരിക്കുന്നു, അതുകൊണ്ട് 1.5 കോടി ആളുകൾ. അവിടെ ഭോജ്പൂരി
ഭോജ്പൂർ ഉണ്ട്, സ്വന്തമായി സിനിമയും സാഹിത്യവും ഉണ്ട്. അവിടെ ഭോജ്പുരി ഭാഷ 3 കോടി ആളുകൾ സംസാരിക്കുന്നു. അതുപോലെ തെക്കൻ ബീഹാറിൽ അംഗിക ഭാഷ സംസാരിക്കുന്ന 1.5 കോടി ജനങ്ങളുണ്ട്. ഇത്തരത്തിൽ വൈവിധ്യപൂർണമായ ഇന്നും ഈ രാജ്യത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിചാരിച്ചൊറ്റയ്ക്ക് ഭരിക്കാൻ അവർ ഐക്യപ്പെട്ട് നിന്നാൽ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയായ ഒന്നാണ് ബീഹാർ. അവിടെ BJPയുടെ രാഷ്ട്രീയത്തിന് നാളിതുവരെ വേരോട്ടമില്ല. അവര് സാധാരണഗതിയിൽ സഖ്യകക്ഷിയെ കൊന്നു തിന്ന് കരുത്താർജിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. അത് നമ്മൾ ഒറീസ തൊട്ട് മഹാരാഷ്ട്ര വരെ അതിന് ഉദാഹരണങ്ങളുണ്ട്. ആ രാഷ്ട്രീയം തന്നെയാണ് അവിടെ BJP അകത്ത് നിന്നുകൊണ്ട് പയറ്റുന്നത്. അത് കൃത്യമായി മനസ്സിലാകുന്ന നിതീഷ് കുമാറുണ്ട്. ഇപ്പൊ നിതീഷ് കുമാറിന്റെ പിന്തുണയോടുകൂടിയാണ് അവര് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോ സമയബന്ധിതമായിട്ട് നിതീഷിന് ഒരു നീതി കിട്ടിയേക്കാം എന്നുള്ള പ്രതീക്ഷ മുൻനിർത്തിയാണ് നിതീഷ് മുന്നോട്ട് പോകുന്നത്. എന്നാലും ആ BJPക്കകത്ത് അല്ലെങ്കിൽ ആ മുന്നണിക്കകത്താണ് അവിടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും ഉള്ളത്. പിന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ പാർട്ടികളെയും ചേർത്താണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അവിടെ കുഷ്വാഹ ഉണ്ട്, അതുപോലെ തന്നെ രാംവിലാസ് പാസ്വാന്റെ ബന്ധുവായ പസാരെ നടത്തുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുണ്ട്, ജാർഖണ്ഡ് മുക്തി മോർച്ചയുണ്ട്, 3 ഇടത് പാർട്ടികളുണ്ട്, CPM-ലും CPM-ഉം CPI-യും ഒക്കെ, കോൺഗ്രസും RJD ഒക്കെ അടങ്ങുന്ന ഒരു വികാസ്ശീൽ ഇൻസാഫ് പാർട്ടിയൊക്കെ അടങ്ങുന്ന ഒരു വലിയ മുന്നേറ്റമാണ് അവിടെ മഹാഗഠബന്ധൻ. അതിനകത്ത് സീറ്റ് ചർച്ചകൾ അവസാന നിമിഷം വരെ ഇത്തരത്തിലൊക്കെയുള്ള അസ്വാരസ്യങ്ങൾക്കോ ഭിന്നാഭിപ്രായങ്ങൾക്കൊക്കെ ഇടയാക്കുമെന്നത് സ്വാഭാവികതയാണ്. കാരണം ജയിക്കാൻ പോകുന്ന ഒരു മുന്നണിയും സഖ്യവും എന്നൊരു പ്രതീതി വ്യാപകമായിട്ട് അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും പാർട്ടികൾക്കിടയിലൊക്കെ കടന്നു വന്നൊരു സാഹചര്യം കൂടി മുൻനിർത്തിയാവണം ബീഹാറിലെ ഇന്ത്യ സഖ്യം മുന്നണി ഒരു ധാരണയിലേക്ക് എത്താൻ സമയമെടുക്കുന്നത്, അല്ലെങ്കിൽ എടുത്തത്. ഏതായാലും ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. കാരണം 2 പതിറ്റാണ്ടോളം കാലമായിട്ട് അവിടെ ഈ പറഞ്ഞ BJP സഖ്യകക്ഷി അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡ് പോലെയുള്ള പാർട്ടികൾ BJPയുമായി ചേർന്ന് ഭരിച്ചു മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിരക്കാണ്. 16-നും 30-നും ഇടയിലുള്ള യുവജനങ്ങളിൽ 30% തൊഴിലില്ലാത്ത ആളുകളാണ്. അവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥയുണ്ട്. കാരണം പുരുഷന്മാരൊക്കെ ജോലി തേടി പല നാടുകളിലേക്ക് പോയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്, വികസന വിഷയങ്ങളുണ്ട്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് അജണ്ട എന്താണ് എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ച ഒരു കാര്യം, ബാംഗ്ലൂരിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വലിയ തോതിൽ വോട്ട് ചോരി എല്ലാ തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നതെന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. SIR നിങ്ങൾ വലിയ പ്രശ്നം ഉന്നയിച്ച വലിയ തോതിലുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള ഒന്നാണ്, കോടതി കയറിയിട്ടുള്ള വിഷയമാണ്. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഒരു ജെന്യുവിൻ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നു എന്ന് ഉറപ്പാക്കുക പ്രധാനമാണല്ലോ ഏത് തെരഞ്ഞെടുപ്പിലും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായ ആ വിശ്വാസ്യതാ പ്രശ്നം എപ്പോഴും അവിടെ കിടക്കുന്നു എന്ന് കാണുന്നുണ്ടോ ഇതിനകത്ത് നിങ്ങൾ പ്ലേയേഴ്സ് ഇരിക്കുമ്പോൾ തന്നെ? അല്ല, ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഈ പ്രത്യേകതകൾ കൊണ്ട് ബീഹാറിലേക്ക് ഒരു പൊളിറ്റിക്കൽ എൻട്രി ഉണ്ടാകേണ്ടത് ഇവിടുത്തെ BJPയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ BJP അവിടെ എല്ലാ കുതന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തി പയറ്റുന്നത് നമ്മൾ കണ്ടു. 65 ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. പക്ഷേ BJP അത് ലക്ഷ്യം വെച്ച ആളുകളെയൊന്നും അല്ല അത് ബാധിച്ചത് എന്നുള്ളത് കൊണ്ട് ബീഹാറിലെ ഒരുവിധം എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ആളുകളൊക്കെ ഈ വോട്ട് വെട്ടിക്കളയലിന് ഇരയായിട്ടുണ്ട്. അത് വ്യാപകമായ ഒരു പ്രതിഷേധം ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നിയമവിരുദ്ധതയും ഒരു അമ്പയർ തന്നെ ഗോളടിക്കാൻ പന്തുമായി കയറി വരുന്നൊരു കളിയാണ് തങ്ങളുടെ ചുറ്റും നടക്കുന്നത് എന്നൊരു ബോധ്യം ബീഹാറിലെ ജനങ്ങൾക്കുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ യാത്രയും ഞങ്ങൾ ഉന്നയിച്ച ഈ വലിയ രാഷ്ട്രീയ വിഷയങ്ങളും വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നവംബർ 14 വരുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയൊരു വാർത്ത ബീഹാറിൽ നിന്നും വരും. അവിടെ ഒരു താരതമ്യേന ചെറുപ്പക്കാരനായ തേജസ്വി യാദവ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് രാഹുൽ ഗാന്ധിയുടെ മാർഗദർശിത്വത്തിൽ അത് വലിയ ജനവിശ്വാസം ആർജിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിനോടൊപ്പം നിരീക്ഷകൻ ശ്രീ ബാർട്ടൺ ക്ലീറ്റസിനോടൊപ്പം ബാർട്ടൺ ക്ലീറ്റസ്, ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് പലതരത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ ഇലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട വിശ്വാസ്യതാ പ്രശ്നം ഉയർത്തി നിർത്തിയിരിക്കുന്നു പ്രതിപക്ഷം എന്ന ഒരു കാര്യം.
രണ്ട്, ബീഹാർ വലിയ സംസ്ഥാനമാണ്. അവിടെ നിരന്തരമായി ഭരിച്ചുകൊണ്ടേയിരിക്കുന്ന നിതീഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ചാഞ്ചാട്ടങ്ങൾ, അതുവഴി അദ്ദേഹം ഉണ്ടാക്കുന്ന ക്രെഡിബിലിറ്റി ലോസ് പോലുള്ള പ്രശ്നങ്ങളുണ്ട്. ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഏത് ഭരണത്തോടും തോന്നുന്ന ഒരുതരം മടുപ്പും ഒരുതരം കുറേ ആയിക്കഴിയുമ്പോൾ എന്തിനോടും തോന്നുന്നൊരു മടുപ്പുണ്ടല്ലോ, അല്ല പൂർണ്ണ എതിർവികാരം എന്നുള്ളതല്ല. ഒപ്പം തൊഴിൽ പ്രശ്നങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. തേജസ്വി യാദവ് എന്ന് പറയുന്ന വളരെ പ്രോമിസിങ് സ്വഭാവമുള്ള ഒരു ലീഡർ അവിടെ ഉണ്ട്. സോ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ: ഒന്ന് തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ, രണ്ട് തെരഞ്ഞെടുപ്പ് പ്രോസസ്സ്. ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് താങ്കൾ ഈ ബീഹാർ ഇലക്ഷനെ കാണുന്നത്? ബീഹാർ ഇലക്ഷൻ NDA സംബന്ധിച്ചിടത്തോളം, BJP സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇലക്ഷനാണ്. ക്രൂഷ്യലായി ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെ കേന്ദ്രത്തിൽ BJP സർക്കാർ നിലനിൽക്കുന്നതിനകത്ത് JDUവിൻ്റെ, നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള JDUവിൻ്റെയും ആന്ധ്രയിൽ നിന്നുള്ള തെലുങ്കുദേശൻ പാർട്ടിയുടെയും പിന്തുണ ഒരു പ്രധാന ഘടകമായിരിക്കെ ബീഹാറിൽ JDU തോൽക്കുന്ന ഒരു സാഹചര്യം BJPക്ക് തൽക്കാലം ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ബീഹാറിലെ, നേരത്തെ സൂചിപ്പിച്ചത് കണക്ക് തന്നെ, ബീഹാറിലെ രാഷ്ട്രീയം കഴിഞ്ഞ 10-20 വർഷമായി JDU ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. അത് കൂടാതെ തന്നെ തേജസ്വി യാദവിൻ്റെ ആദ്യത്തെ ടേമിന് ശേഷം പിന്നീട് അദ്ദേഹം കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള പക്വത ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കോൺഗ്രസ് നടത്താറില്ല. രാഹുൽ ഗാന്ധിയൊന്നും വലിയ അളവിലൊന്നും പ്രചരണം നടത്തിയതായിട്ട് നമ്മൾ കാണാറുമില്ല. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പ്രതിപക്ഷ സഖ്യം തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ചേർന്നിട്ടുള്ള, കോൺഗ്രസും മറ്റു മുന്നണികളും ചേർന്നിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. പ്രത്യേകിച്ചും അവിടുത്തെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് എന്താ പറയുക, ഇലക്ട്രൽ റോളിൻ്റെ റിവിഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ വിവാദങ്ങൾ അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബീഹാർ ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ഹൈ സ്റ്റേക്ക് ഇലക്ഷനാണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ഇലക്ഷൻ പോലെയല്ല, ഹൈ സ്റ്റേക്ക് ഇലക്ഷൻ തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഈ പറഞ്ഞ യാത്രകൾ വലിയ രീതിയിൽ ഒരു മൊബിലൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എത്രത്തോളം ഒരു പ്രതിപക്ഷ സഖ്യത്തിന് വിജയമുണ്ടാകും എന്നുള്ളത് നമുക്കത് കാത്തിരുന്ന് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ്, പ്രത്യേകിച്ചും UP, ബീഹാർ, ഹരിയാന തൊട്ട് എന്തായാലും ഈ നോർത്ത് ഇന്ത്യൻ, പ്രത്യേകിച്ചും ഹരിയാന, UP, ബീഹാർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് പാറ്റേൺ ഇതൊക്കെ തന്നെ ഇത്രയും വലിയ കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ തന്നെ ജാതി ഒരു വലിയ ഫാക്ടറാണ്. ജാതി മതം ഒരു വലിയ ഫാക്ടർ തന്നെയാണ് വോട്ടിങ്ങിനകത്ത്. അപ്പർ കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മൺസ്, ഭൂമിഹാർ തുടങ്ങിയിട്ടുള്ള ജാതികൾ സ്വാഭാവികമായിട്ടും BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ യാദവ്, മുസ്ലിം, ദളിത് കോമ്പിനേഷനായിരുന്നു പണ്ട് കാലത്ത് പ്രതിപക്ഷ വോട്ടുകൾ എന്ന് പറഞ്ഞിരുന്നത്. ഇതിനകത്ത് തന്നെ JDU കൂടെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. JDU കൂടെ നിൽക്കുമ്പം യാദവ് വോട്ടുകൾ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളുടെ വോട്ടുകളിൽ സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്ന, ഒരു മുസ്ലിം വിരുദ്ധത നടക്കുന്ന തുടങ്ങിയ സാഹചര്യത്തിൽ BJPയുടെ പൊസിഷനും കംഫർട്ടബിളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ആൻറ്റി ഇൻകംബൻസിയിൽ മാത്രമല്ല പൊളിറ്റിക്സ് അവിടെ നടക്കുന്നത്, നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇവിടെ ജാതിയും മതവും വലിയ ഘടകമാണ്. പ്രത്യേകിച്ച് 20% മുസ്ലിം വോട്ടുകളുണ്ട്. മുസ്ലിം വിരുദ്ധത വലിയ രീതിയിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുവൈസേഷൻ പൊളിറ്റിക്സ്, ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സ് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ്, നോർത്ത് ഇന്ത്യൻ ഇലക്ട്രൽ പാറ്റേൺ പലപ്പോഴും നമുക്ക് പ്രവചനാതീതമായി മാറുന്നത്. എന്ന് വെച്ചാൽ താങ്കൾ പറയുന്നത് കാര്യത്തിലായാലും ബീഹാർ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ചരിത്ര പാരമ്പര്യമുള്ളൊരു നാടാണ്. അവിടെ സെക്കുലർ പൊളിറ്റിക്സിന് എന്തുമാത്രം അത് കോൺട്രിബ്യൂട്ട് ചെയ്തെന്നറിയാം. പക്ഷെ അതിനെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ BJP വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. അതല്ലെങ്കിൽ തന്നെ അറിയാം, നമുക്ക് പഹൽഗാമിന് ശേഷം പ്രധാനമന്ത്രി പഹൽഗാമിലേക്കല്ല ആദ്യം പോകുന്നത്, ബീഹാറിലേക്കാണ്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം നമുക്കറിയാം. ഏറ്റവും അവസാനം ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണ് തമിഴ്നാട്ടിൽ ഹിന്ദി നിരോധിക്കാൻ പോകുന്നു എന്ന വ്യാജ പ്രചരണം പോലും ദേശീയ ചാനലുകൾ വഴി അടിച്ചേൽപ്പിക്കുന്നത്. സോ ഒരു ദേശീയത, അതിദേശീയത ആൻഡ് ഹിന്ദുത്വ അത് പെർഫെക്റ്റ്ലി അവിടെ വർക്കായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് വരാൻ പോകുന്നതാണ് താങ്കൾ കാണുന്നത്. ഞാൻ പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ല. കാരണം ഉത്തർപ്രദേശ് BJPയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ ഉണ്ടായിരുന്നു, അയോധ്യ മൂവ്മെൻറ്റും മറ്റും പലതരത്തിലുള്ള രീതിയിലുള്ള ഒരു ഹിന്ദു കൺസോളിഡേഷൻ UPയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ UPയുടെ ഒരു
നേർചിത്രമല്ല ബീഹാറിലുള്ളത്. ബീഹാറിൽ ഇത്രയും കാലം BJP ഒരു ഭരണ നേതൃത്വത്തിലെ അലയൻസായി പലപ്പോഴും നിലനിന്നിട്ടുണ്ടെങ്കിൽ പോലും ബീഹാർ പൊളിറ്റിക്സിനകത്ത് യാദവ് പൊളിറ്റിക്സ് ഉണ്ട്, യാദവ് വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ ഉണ്ട്. ബീഹാറിന് ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്. UP-യുടെ ഹിസ്റ്ററി അല്ല ബീഹാറിൻ്റെ ഹിസ്റ്ററി. അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള BJPക്ക് ഇത്രയും കാലമായിട്ടും BJPയുടെ ഒരു ഭരണം പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയാത്തൊരു പൊളിറ്റിക്സിനകത്ത് എൻട്രി ചെയ്യാൻ കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ബീഹാറുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇതിനേക്കാളും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണത്തുള്ള ലോക്സഭാ ഇലക്ഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തുള്ള നിയമസഭാ ഇലക്ഷനൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. കാരണം BJP അതിനകത്ത് ഫൂട്ട്ഹോൾഡ് ഉണ്ടാക്കുന്നുണ്ട് ബീഹാറിൽ. ആ ഫൂട്ട്ഹോൾഡ് ഉണ്ടാക്കുന്നത് അവരുടെ അപ്പർ കാസ്റ്റ് വോട്ടുകളുടെ കൺസോൾട്ടേഷൻ വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ യാദവ് വോട്ടുകൾ ഇപ്പം അവിടെ യാദവ് ഒരു പ്രധാന ഭാഗമാണെങ്കിൽ മറ്റ് OBC വിഭാഗങ്ങളെ കൂട്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദളിത്സ് ഒരു വലിയ വിഭാഗമാണ്. രാംവിലാസ് പാസ്വാന്റെ പാർട്ടി അലയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം പല തരത്തിലുള്ള കോമ്പിനേഷൻസ് BJP ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു ഹിന്ദുത്വ കൺസോൾട്ടേഷനും ജാതി കൺസോൾട്ടേഷനും എല്ലാം കൂടെ ചേർന്നൊരു കൺസോൾട്ടേഷനാണ് ബീഹാറിൽ നടത്തിയിട്ടുള്ളത്. അതേസമയത്ത് ഞാൻ പറഞ്ഞത് ഈ പരമ്പരാഗതമായൊരു സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് അതുകൊണ്ടാണ് അവിടെ ശക്തമായൊരു പ്രതിപക്ഷ പാർട്ടിയും ഉള്ളത്. പ്രതിപക്ഷമായിട്ട് JDUവിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഉള്ള ഒരു കൺസോൾട്ടേഷൻ. അവിടുത്തെ സംഭവിച്ച ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു പരാജയമാണ്. കോൺഗ്രസ് ഈ പറഞ്ഞ ഇപ്പോൾ രാജസ്ഥാനിലെ സാഹചര്യം, രാജസ്ഥാനിൽ BJPയുമായിട്ട് നേരിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നൊരു സാഹചര്യം. ഇവൺ മധ്യപ്രദേശിൻ്റെ സാഹചര്യം പോലും, മധ്യപ്രദേശിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നതിൽ പോലും പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്, എണ്ണം കുറഞ്ഞാൽ പോലും. പക്ഷേ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയല്ല. അതിൻ്റെ പാർട്ടിയും സംഘടനയും മെക്കാനിസവും എല്ലാം തന്നെ വലിയ രീതിയിൽ പരാജയപ്പെട്ടൊരു സ്ഥലമാണ്. അത് JDUവിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്, RJD ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കാരണം അവിടുത്തെ പ്രധാന പാർട്ടിയും പ്രധാന കൺസോൾട്ടേഷനും എല്ലാം തന്നെ RJD ആണ്, അല്ല തേജസ്വിയും ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അവിടെ ഇറങ്ങി വലിയ രീതിയിലുള്ള രാഹുൽ ഗാന്ധി ചെറിയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ബീഹാർ പൊളിറ്റിക്സിൽ കോൺഗ്രസിന് വലിയ സേ ഇല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയും തേജസ്വിയും കൂടെ ചേർന്ന് നടത്തിയൊരു മാസീവായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ട്. ഒരു മാസീവ് നമുക്ക് ആ മാസീവായിട്ട് നടത്തിയ ഒരു കൺസോളിഡേഷൻ അത് ഇവർക്ക് അനുകൂലമായി വരും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഹൈ സ്റ്റേക്ക് ഇലക്ഷനാണ്. രണ്ടുപേർക്കും കോർ വോട്ട് ബാങ്കുകളുണ്ട്, മുസ്ലിം വോട്ടും തുടങ്ങിയിട്ടുള്ളത് ഇവർക്കുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അങ്ങനെ കംപ്ലീറ്റ്ലി പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം ഉണ്ടെന്ന് അദ്ദേഹം കാണുകയാണ്. ശ്രീ ഷാബു പ്രസാദ് എന്നോടൊപ്പം ഉണ്ട്. ശ്രീ ഷാബു പ്രസാദ്, BJP സാധാരണ നിലയ്ക്ക് നല്ല പ്രതീക്ഷ ഈ മൊമെൻറ്റിലും വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ് ബീഹാർ. അതിനുവേണ്ടി പലതരത്തിലുള്ള പണി BJP എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എങ്കിലും താങ്കൾ പുറത്തു നോക്കുമ്പോൾ ഇതിനകത്ത് BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ത്രെഡ്സ്, വെല്ലുവിളികൾ, ചാലഞ്ചസ് അവിടെ അവരെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അപ്പുറത്തുള്ള ആൾക്കാരും നന്നായി പണിയെടുത്തിട്ടുള്ളൂ. സാധാരണ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അങ്ങനെ കോൺഗ്രസ്സുകാർ പണിയെടുക്കുന്ന അടിത്തട്ടിൽ പണിയെടുക്കുക, തെരഞ്ഞെടുപ്പിനെ മുന്നേ കണ്ട് അങ്ങനെ ശീലമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി വരുന്നു, ഗ്രാമങ്ങളിലൂടെ യാത്ര നടത്തുന്നു, ചില വിഷയങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. പിന്നെ അപ്പുറത്ത് ഈ തേജസ്വിയെ പോലുള്ള വളരെ ഒരു പ്രധാനപ്പെട്ട നേതാവും അവരുടെ പാർട്ടിയും ഒക്കെ ഉണ്ട്. സോ BJPയെ സംബന്ധിച്ച് ചലഞ്ചിങ് ആണ് ബീഹാർ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും BJP ഇനിയിപ്പം നാളെ ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിലും ഇനിയിപ്പം അഹമ്മദാബാദിലോ അല്ലെങ്കിൽ ഗാന്ധിനഗറിലോ ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ പോലും BJPയെ സംബന്ധിച്ചുള്ള അത് ചലഞ്ച് തന്നെയാണ്. ഓരോ ഇലക്ഷനെയും അത്രത്തോളം സീരിയസ് ആയിട്ടും വളരെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ഒട്ടും വില കുറച്ച് കാണാതെ അവരുടെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് BJP അധ്വാനിച്ച് തന്നെയാണ് അവർ ഇലക്ഷനിൽ ജയിക്കുന്നത്. ചലഞ്ചിങ് തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഒരു ഈസി വാക്ക് ഓവർ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെയും സമീപിച്ചിട്ടില്ല. ഇനി ഗുജറാത്തിൽ നടക്കുന്ന ഇലക്ഷനും അങ്ങനെ തന്നെ ഒരു ചെയ്യുള്ളൂ, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നിഷാദെ. ഞാനിവിടെ വളരെ കൗതുകപൂർവ്വം കേട്ടുകൊണ്ടിരുന്ന ശ്രീ നൗഷാദ് അലിയുടെ, അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ ഞാൻ വളരെ ചിരി അടക്കാൻ വളരെ കഷ്ടപ്പെടുകയായിരുന്നു. അതായത് ബീഹാറിലെ BJPക്ക് ഒരു എൻട്രി ഇല്ല, അത് JDUവിന്റെ കരുണയിൽ ഇങ്ങനെ തത്തിപ്പിടിച്ചൊക്കെ നിൽക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ പറച്ചിൽ കേട്ടാൽ കോൺഗ്രസിന്റെ അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏതാണ്ട് 30 വർഷത്തിന് മുമ്പ്, 1990 ആ ബീഹാറിൽ നിന്ന് തൂത്തെറിയപ്പെട്ട ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ തവണ
ഏതാണ്ട് 50 സീറ്റിലാണ് 230 അത്ര സീറ്റുള്ളതിൽ കഷ്ടിച്ച് 50 സീറ്റിലാണ് അവർ മത്സരിച്ചത്. അതിൽ 17 സീറ്റിലാണ് അവർ ജയിച്ചത്. ഇനി ബി ജെ പിയുടെ അവസ്ഥ എന്താണ്? ബീഹാറിലെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ് ബി ജെ പി. കഴിഞ്ഞ തവണത്തെ അസംബ്ലി ഇലക്ഷനിൽ ബി ജെ പി 84 സീറ്റിലാണ് ജയിച്ചത്. ജനതാദൾ യു ജയിച്ചത്, ഈ സഖ്യകക്ഷിയായ ജനതാദൾ ജയിച്ചത് 48 സീറ്റിലാണ്. എങ്കിലും അവിടെ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന ചീഫ് മിനിസ്റ്ററായിരുന്ന നിതീഷ് കുമാറിന് ആ നാട്ടിലൊരു വാല്യൂ ഉണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനൊരു അംഗീകാരമുണ്ട്. അതൊക്കെ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് സാധാരണഗതിയിൽ ഒരു വലിയ പാർട്ടി ഏതാണോ അവരാണ് മുഖ്യമന്ത്രി സർക്കാരിനെ നയിക്കുക. പക്ഷെ അത് ബീഹാറിൽ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പി അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട്, ബീഹാറിലേക്ക് ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ശരി, അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് തീർക്കാനല്ലേ പറ്റുള്ളൂ. അദ്ദേഹം കോൺഗ്രസിന്റെ കൂടി അവസ്ഥ എന്താണ് എന്നൊന്ന് ആലോചിക്കുന്നത് അത് രാഷ്ട്രീയമായ സ്വാധീനത്തിന്റെയും അക്സെപ്റ്റൻസിന്റെയും പ്രശ്നമാണ്. ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ഈ SIR പോലുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം കീ ഫാക്ടർ ആവുമെന്നാണ് ശ്രീ ഷാബു തോന്നുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോദി 400 സീറ്റ് ചോദിക്കുന്നു. എന്തിനാണ് മോദിക്ക് 400 സീറ്റ്? ജയിക്കാൻ 400 സീറ്റ് വേണ്ടല്ലോ. അപ്പോൾ മോദി 400 ചോദിക്കുന്നത് ഭരണഘടന തിരുത്താനാണ്. ഭരണഘടന തിരുത്തുന്ന എന്തിനാണ്? സംവരണം പോലെയുള്ള നിങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ എടുത്തുകൊണ്ട് പോകാനാണ്. അത് വർക്കായല്ലോ. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ വിചാരിച്ച പലയിടത്തും ബി ജെ പിക്ക് അങ്ങനെ വോട്ട് കിട്ടാതിരുന്നത്. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ. ഫൈസാബാദിൽ പോലും തോറ്റുപോയി, UP-യിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ അടിസ്ഥാനാവകാശങ്ങൾ ചോർത്തിക്കൊണ്ടു പോകുന്നു എന്നത് ജനങ്ങൾക്കിടയിൽ ഗ്രിപ്പുണ്ടാക്കാൻ സാധ്യതയുള്ള ഹുക്ക് എന്ന മുദ്രാവാക്യമല്ലേ? അതാണ് ഇവിടെയും പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവസാനമായിട്ട് എന്തുണ്ട്? വോട്ട് മാത്രമേ ഉള്ളൂ, അതുമാത്രമാണ് നിങ്ങളുടെ ശക്തി. ഇത് അതും കൊണ്ടുപോവുകയാണ്. ഇത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വോട്ട് അധികാര യാത്രയിൽ കിട്ടുന്ന വലിയ ജനപങ്കാളിത്തം കണ്ടതുമാണ്. സോ അത്തരം ഈ സ്ലോഗൻസ് അല്ലെങ്കിൽ പ്രചാരണ അജണ്ടകൾ, ആ സംഗതികൾ വർക്കാകുമെന്ന് BJP കാണണ്ടേ? നോക്കൂ നിഷാദേ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പ്രചരണത്തിനെയും എതിരാളികളെ ഒരിക്കലും നിസ്സാരമാക്കി കണ്ടുകൊണ്ടല്ല BJP അവരുടെ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നത്. അതൊന്ന്. ഇനി ഏറ്റവും നീക്കട്ടെ, 400 സീറ്റ് എന്തിനാണ് ഈ BJPക്ക്? അവർക്ക് കഷ്ടിച്ച് 271 സീറ്റ് പോരെ? നോക്കൂ, 541 സീറ്റിൽ മത്സരിക്കുന്നത് 541ലും ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. കോൺഗ്രസും ഈ നാട്ടിലെ സർവ്വ പാർട്ടികളും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന കേരള അസംബ്ലി ഇലക്ഷന് UDF-ഉം LDF-ഉം രണ്ടുപേരും 140 സീറ്റിലും മത്സരിക്കും. ഈ 140 സീറ്റിലും ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് കഷ്ടിച്ച് 71 സീറ്റ് മാത്രം ജയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇരു മുന്നണികളും മത്സരിക്കുന്നത്. ഒരു പാർട്ടി അങ്ങനല്ല മത്സരിക്കുന്നത്, ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ഇനി ഈ വോട്ട് ചോരി മറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കൂ. ഇപ്പം ബീഹാറില് രാഹുൽ ഗാന്ധി വലിയ ഒരു ഇളക്കമുണ്ടാക്കി എന്നൊക്കെ പറയുന്നു. ഇതിന്റെ ഉദ്ദേശം വളരെ, ആ ഉണ്ടാക്കിയ വിവാദത്തിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബീഹാറില് കോൺഗ്രസിന് അടിസ്ഥാന വർക്ക് പോലും ഇല്ല. അവർ ഇവരുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കുന്ന, അവരുടെ വിറക് വെട്ടിയും വെള്ളം കോരിയും നടക്കുന്ന ഒരു സഖ്യകക്ഷി മാത്രമാണ് അവരുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നത്. അവിടെ ബീഹാറില് ഇവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചു വരവിന് സാധ്യതയുണ്ടോ? ആ സാധ്യത തേടിയാണ് രാഹുൽ ഗാന്ധി അപ്പോഴാ വോട്ട് ചോരി ബഹളം ഉണ്ടാക്കിയതും ബീഹാറിൽ കൂടെ യാത്ര നടത്തിയതും. ഇങ്ങനെ കുറച്ച് ഗിമ്മിക്കുകൾ കാണിച്ചാൽ ജനങ്ങൾ കൂടെ വരും എന്ന ഒരു തെറ്റിദ്ധാരണയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്ന ലോകത്തിലാണ് രാഹുൽ ഗാന്ധി ജീവിക്കുന്നത്. അതിന്റെ പേരിൽ നടത്തിയതാണ് സംഭവം. അതൊന്ന്. ഇനി മറ്റൊരു വശം കൂടി അതിനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരിക്കൽ ചർച്ച ഞാൻ പറഞ്ഞതാണ്. അതായത് ഈ ബീഹാർ ഇലക്ഷനിൽ ഇവർക്ക് തോൽക്കാൻ സാധ്യതയുണ്ട്. തോറ്റ് കഴിഞ്ഞാൽ അന്ന് പറയാൻ വേണ്ടി ഒരു ന്യായം അവർ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, വോട്ട് ചോരിയാണ്, 65 ലക്ഷം പേരുടെ വോട്ട് പോയി, അതുകൊണ്ടാണ് BJP ജയിച്ചത്. തങ്ങളുടെ തോൽവിക്ക് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ന്യായം അഡ്വാൻസ് ആയി കണ്ടുവെക്കുക. ഇത് ഒരിക്കൽ നിങ്ങളുടെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ ദാവൂദ് പറയുന്നത് ഞാൻ കേട്ടു. ചിലപ്പം അവിടെ ഇവർ ജയിച്ചേക്കും, NDA ജയിച്ചേക്കും, പക്ഷെ ആ ജയത്തിനൊരു വിശ്വാസ്യത ഉണ്ടാവില്ല. ഈ ഒരു സൈക്കോസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം അല്ല. അതിനകത്ത് ഒരു കാര്യമുള്ളത് ഈ വാദം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്നതാണ്. പക്ഷെ ആ വാദം ഉന്നയിക്കുന്നതിന് മുൻപ് ഉയർന്നു വന്ന പ്രശ്നത്തിന് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള, ലോജിക്കലായിട്ടുള്ള, തൃപ്തികരമായ മറുപടികൾ നൽകണ്ടേ? 65 ലക്ഷം പേരെ പുറത്താക്കി,
65 ലക്ഷം പേരെ പുറത്താക്കിയപ്പോൾ അതിൽ 22 ലക്ഷം പേര് മരിച്ചവരെന്ന് പറഞ്ഞാണ് പുറത്താക്കിയത്. അപ്പോൾ ഇതാ ഞാൻ മരിച്ചിട്ടില്ല, എന്നോട് ചോദിക്കാതെ എന്നെ വെട്ടിയെന്ന് പറഞ്ഞ ആൾ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കാതെയും പറയാതെയും ആളുകളെ വെട്ടിയിരിക്കുന്നു. പുറത്താക്കിയവർക്ക് എന്ത് കാരണത്താൽ തങ്ങൾ പുറത്താക്കിയെന്ന് അറിയില്ല. 100 കണക്കിന് ആളുകൾ പരാതിയുമായി വന്നു, ഞങ്ങൾക്കിതിന് ഫോം പോലും കിട്ടിയിട്ടില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ട്. പിന്നെ നോക്കൂ, അസമയത്ത് നടത്തുന്നു, ചുരുങ്ങിയ സമയത്ത് നടത്തുന്നു, കക്ഷികളോട് വിശ്വാസം എടുക്കാൻ കുറേ അധികം പ്രശ്നങ്ങൾ അതിനകത്തുണ്ടല്ലോ. താങ്കൾക്ക് പോലും പെട്ടെന്ന് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ധൃതി കാണിച്ചിട്ടുണ്ട് അവിടെ കമ്മീഷൻ. അത് വിശദീകരിക്കാതെ എന്തിന് പുറത്താക്കിയവരുടെ പട്ടിക പോലും പ്രസിദ്ധീകരിച്ചില്ല, അതിന് സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നു. എന്തിനും ഇവിടെ ആധാരമാക്കുന്ന ആധാർ പറ്റില്ല എന്ന വിചിത്രമായ തീരുമാനമെടുത്തു, പരമാവധി ആളുകളെ പുറന്തള്ളാനെന്ന സംശയം. എന്നിട്ട് കോടതി പറഞ്ഞു ആധാർ വേണമെന്ന്. അപ്പോൾ ഇത് വിശദീകരിക്കാതെ അവരെന്തൊക്കെയോ വിദണ്ഡവാദം പറയുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കുക? ഇത് സാധാരണ ഒരു ആക്ഷേപമല്ലോ. ഇതിനെല്ലാം ഗ്രൗണ്ട്സ് ഇല്ലേ? നോക്കൂ നിഷാദെ, ഒരു മാസീവ് എക്സസൈസ് നടക്കുന്ന സമയത്തുമുണ്ട്, അത് തിരുത്തിയിട്ടുമുണ്ട്, കോടതി ഇടപെട്ടിട്ടുണ്ട്. കോടതി SIR തടഞ്ഞിട്ടില്ല. കോടതി ആധാറും കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പക്ഷെ ആധാർ ഉൾപ്പെടുത്തുമ്പോൾ ആ ആധാറിന്റെ വാലിഡിറ്റി, ആ ആധാറിന്റെ ആധികാരികത പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം കോടതിയില്ല. കാര്യം ഇവർ കോടതിയെ സമീപിച്ചത് എന്ത് പറഞ്ഞിട്ടാണ്? SIR നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ്. അത് നിരോധിക്കണം, സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി അതിന് തയ്യാറായിട്ടില്ല. ഇവിടെ കോടതി പറഞ്ഞു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ, അങ്ങനെ ജീവിച്ചിരിക്കുന്നവരെ തന്നെ അല്ലെങ്കിൽ ഉള്ളവരെ തന്നെ നീക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും അവിടെ തന്നെയുണ്ട്. അതിനെ സമീപിക്കാം. അതും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇതിനപ്പുറം ഒന്നും ഒരു സുതാര്യത ഇതിന് പറ്റില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ എറിയുന്നത് ന്യായം. അത് നമുക്ക് അതിനൊരു ലോജിക്കുണ്ട്. പക്ഷെ ഈ ഓടുന്ന പട്ടിക്ക് 1 കിലോമീറ്റർ മുമ്പേ എറിയുന്നത് വിഡ്ഢിത്തമാണ്. അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൂടെ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പൊ രാഹുൽ ഗാന്ധി എല്ലായിടത്തും പരാജയപ്പെടുന്ന ഒരാൾ തെറ്റായ സ്ട്രാറ്റജീസ് എടുത്ത് പൊളിയുന്ന ആളെന്നൊക്കെയുള്ള ആക്ഷേപം നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത്, കൂടെ നിൽക്കുന്ന ആരാണ്? RJD ആണ്. ആ പാർട്ടിയുടെ സ്വാധീനം അറിയാം. ആ പാർട്ടിക്ക് ജനങ്ങൾ കൊടുത്ത വിശ്വാസത്തിന് നമ്പർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ നേതാവായിട്ടുള്ള തേജസ്വി യാദവ് അവിടുത്തെ ഏറ്റവും പോപ്പുലർ ലീഡറാണ്. അത് കാണണ്ടേ അപ്പുറത്തെ ആൾക്കാരെ മൊത്തം അടച്ച് അടിക്കുമ്പോൾ? നോക്കൂ നിഷാദെ, രാഹുൽ ഗാന്ധി തോറ്റുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വെറുതെ പറയുന്ന ആക്ഷേപമല്ല, യാഥാർത്ഥ്യമാണ്. 3 ലോക്സഭാ ഇലക്ഷനിൽ 3 ലോക്സഭാ ഇലക്ഷനുകൾ ആ 3 ലോക്സഭാ ഇലക്ഷനിൽ 2 ഇലക്ഷനിൽ ഒരു പ്രതിപക്ഷ പാർട്ടി പോലും അല്ലായിരുന്നു. 3ാമത്തെ ഇലക്ഷനിലാണ് കഷ്ടിച്ചൊരു പ്രതിപക്ഷമായത്. എന്ന് വെച്ചാൽ ഗ്രോത്ത് കാണിക്കുന്നത്. കർണാടക നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു, തെലങ്കാന എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ പിടിച്ചു, ഹിമാചൽ ഒരു ഘട്ടത്തിൽ പിടിച്ചു, കശ്മീർ നോക്കണം. കശ്മീർ നിങ്ങൾ വലിയ തോതിലുള്ള കാടിളക്കിയ സംഭവമല്ലേ? അവിടെ എന്താ സംഭവിച്ചത്? അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളെ ഉഴുതുമറിച്ച ഒരു ഭൂമികയിൽ നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുമ്പോൾ അയാൾ ഗ്രാജുവൽ ഗ്രോത്ത് അല്ലേ കാണിക്കുന്നത്? ഈ ഗ്രാജുവൽ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്ന നിഷാദെ, ഈ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇലക്ട്രൽ പൊളിറ്റിക്സ് വന്നിട്ട് കാലം എത്രയായി? 24 വർഷമായി. നരേന്ദ്രമോദി വന്നിട്ട് ഏകദേശം അത്രയും കാലം തന്നെയായി. ഇപ്പോഴും അദ്ദേഹം ഗ്രാജുവലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്രോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന് എന്നാ ഇതൊക്കെ സാധിക്കുക? ഒരാൾക്ക് പൊളിറ്റിക്സിൽ മെച്യൂരിറ്റി നേടാനും കഴിവ് തെളിയിക്കാനും അത് നേടാനും ഒക്കെ ഇത്രയും കാലമൊന്നും വേണ്ട. ഇനി അത് പോട്ടെ. ഇനി അത് താങ്കൾ പറഞ്ഞ പൊതുവായ മാനദണ്ഡമാക്കാൻ പറ്റും എനിക്കറിയില്ല. BJP എന്നാണ് ഉണ്ടാക്കിയത്, ആ BJPക്ക് എന്നാണ് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്, എന്നാണ് ഒരു വൃത്തിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞ പ്രശ്നമൊക്കെയുണ്ടല്ലോ. പിറ്റേന്ന് വരാൻ പറ്റില്ലല്ലോ. 60-70 വർഷം രാജ്യം ഭരിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ്. ആ രാജ്യം ഭരിച്ച പാർട്ടിയാണ് ഇന്ന് ഗതികെട്ടി നടക്കുന്നത്. ഞാൻ ചോദിച്ചത് തേജസ്വിയുടെ കാര്യമാണ്. തേജസ്വി RJD കാര്യമാണ് ചോദിച്ചത്. തേജസ്വി ഇനി അതിലേക്ക് വരാം. തീർച്ചയായിട്ടും തേജസ്വി അവിടെ അത്യാവശ്യം സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ ജനകീയനായ ഒരു യുവ നേതാവ് തന്നെയാണ്. തീർച്ചയായിട്ടും BJP അത് കൺസിഡർ ചെയ്യാതൊന്നും ഇരിക്കില്ല. അവഗണിച്ചുകൊണ്ടൊന്നും മുമ്പോട്ട് പോകാൻ കഴിയില്ല, ചെയ്യില്ല. അത് വെല്ലുവിളി തന്നെയാണ്. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്, ഒന്നിനെയും കുറച്ച് കാണുന്ന രീതിയല്ല BJPയുടേത്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് അത് തിരുത്തി മുമ്പോട്ട് പോയി തന്നെയാണ് BJP ഇന്ന് ഈ 3ാം വട്ടവും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പോൾ BJP ഒന്നിനെയും ചെറുതായി കാണുന്നില്ല. എല്ലായിടത്തും പണിയെടുത്താണ് ആ പാർട്ടി വിജയിച്ചിട്ടുള്ളത് എന്നാണ്. നൗഷാദ് അലി, ഈ ബീഹാറിൽ
ഹിന്ദുത്വ എന്ന് പറയുന്ന കാർഡ് വർക്ക് ചെയ്യാനുള്ള സാധ്യത എന്തുമാത്രം കാണുന്നുണ്ട്? ദേശീയത ആൻഡ് ഹിന്ദുത്വ, ഇത് രണ്ടിൻ്റെയും സാധ്യത, ഇതിൻ്റെ ഒരു ബ്ലെൻഡിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ BJP നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്, വളരെ വിസിബിളായും അല്ലാതെയും, അതറിയാമല്ലോ. അപ്പോൾ ശരിയാണ്, വലിയ സെക്യുലർ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാരമ്പര്യവും ചരിത്രവും ഒക്കെ പറയുമ്പോഴും അതിനെയെല്ലാം പല സംസ്ഥാനങ്ങളിൽ മാറ്റിമറിച്ചാണ് BJP അധികാരത്തിൽ വന്നത് എന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് ഈ ജാതി കോംബോ, അതിൻ്റെ കൂടെ ഈ പറയുന്ന ദേശീയത പ്ലസ് ഹിന്ദുത്വ, അത് വർക്കാവില്ലേ? അതിന് മാത്രം ബീഹാറിന് മാത്രമായിട്ട് അതിൽ നിന്നൊരു എക്സെപ്ഷൻ ഉണ്ടോ എക്കാലത്തേക്കും? ഞാൻ നിഷാദ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് ഞാനവിടെ കോൺഗ്രസിനെന്തോ വലിയ ശക്തിയുണ്ട്, കോൺഗ്രസ് അവിടുത്തെ വലിയ പാർട്ടിയാണ് എന്ന് പറഞ്ഞ മട്ടിലാണ് ഈ ഷാബു പ്രസാദ് ഈ പറഞ്ഞ വിമർശനമൊക്കെ പറഞ്ഞത്. ഞാൻ ഈ കോൺഗ്രസ് അവിടെ വലിയ പാർട്ടിയാണെന്നല്ല ഞാൻ അവിടെ ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഞാൻ അവിടെ കൃത്യമായൊരു പൊളിറ്റിക്സ് പറഞ്ഞു. കാരണം BJP രാജ്യത്ത് എവിടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനത്തൊരു പാർട്ടിയുടെ മൈനർ പാർട്ണറായിട്ടൊരു മുന്നണിയിൽ ചേർന്ന് മുന്നോട്ട് പോയിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ തങ്ങളുടെ പാർട്ട്ണറെ വിഴുങ്ങി തിന്നുക എന്ന നെറികേടാണ് അവരുടെ രാഷ്ട്രീയത്തിലുടനീളം അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് നോക്കുക, ശിവസേനയുടെ ജൂനിയർ പാർട്ണറായിരുന്നു BJP, പിന്നെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒറീസയിലേക്ക് നോക്കുക, അവിടെ ബിജു പട്നായിക്കിന്റെ ജൂനിയർ പാർട്ണറായിരുന്നു BJP, അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അപ്പോ ബീഹാറിലും അതിനാണ് BJP തക്കം പാർക്കുന്നത്. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് അതിനവര് തക്കം പാർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവര് ഇന്നും സാങ്കേതികമായി അവർ ജൂനിയർ പാർട്ണർ തന്നെയാണ് ജനതാദൾ യുണൈറ്റഡിന്റെ. തുല്യ സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത്. ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാറിന്റെ പരിവേഷം അംഗീകരിച്ച് അതിന് വിധേയമായി തന്നെയാണ് BJP അവിടെ പോകുന്നത്. അതുകൊണ്ട് ജൂനിയർ പാർട്ണർ തന്നെയാണ്. പക്ഷേ ഇവരുടെ ഈ തനി കൊണം അവിടെയും ഇവർ പുറത്തെടുക്കുന്നുണ്ട് എന്ന് ജനതാദൾ യുണൈറ്റഡും നിതീഷ് കുമാറൊക്കെ എന്നോ തിരിച്ചറിഞ്ഞതാണ്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു വാട്ടർലൂ ആണ്. ഈ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ഇതേ ആരോഗ്യത്തോടെ നയിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി സോഷ്യലിസ്റ്റ് ചിന്തയുള്ള അതിനാഴത്തിൽ വേരോട്ടമുള്ള ബീഹാറികൾ ഇത്തവണ നിതീഷ് കുമാറിന് ഒരു അവസരം കൊടുത്തത് BJPക്ക് കൂടുതൽ മുന്നോട്ട് വരാൻ ഇടയാകുന്ന ഒന്നാക്കി മാറ്റാൻ ഞാനൊരു സാധ്യതയും കാണുന്നില്ല. ജനതാദൾ യുവിനെ പിന്തുണക്കുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരടക്കം ഇത്തവണ RJDക്ക് വോട്ട് ചെയ്യും, ആ മുന്നണി അവിടെ അധികാരത്തിലേക്ക് വരും എന്നുള്ളതിന്റെ രാഷ്ട്രീയം അതാണ്. പിന്നെ പതിവ് പോലെ ഇവര് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഇകഴ്ത്തി കാണിച്ച് രാഹുൽ ഗാന്ധിയുടെ പിന്നെ നെഞ്ഞത്തേക്ക് പാഞ്ഞു കയറി ഇവർ സ്വയം ഇങ്ങനെ കാമം കരഞ്ഞു തീർക്കുകയാണ്. ഞാൻ അതിനെയൊക്കെ വളരെ പിന്നെ സഹതാപത്തോടെ കാണുന്നതോടൊപ്പം ഞാനൊരു കാര്യം പറയാണ്, രാഹുൽ ഗാന്ധി എന്നൊരു മനുഷ്യൻ ഈ രാജ്യത്ത് എത്രയോ പ്രസംഗങ്ങൾ നടത്തുന്നു, എത്രയോ ഡിബേറ്റുകൾ നടത്തുന്നു, പത്രസമ്മേളനങ്ങൾ നടത്തുന്നു, എത്രയോ ഇടപഴകലുകൾ സ്വതന്ത്രമായിട്ട് നടത്തുന്നു. ഇതൊന്നും നടത്താത്ത, ഒരു പത്രസമ്മേളനവും നടത്താത്ത, ദ്വിഭാഷികളുടെ സഹായമില്ലാതെ അന്താരാഷ്ട്ര വേദികളിൽ എവിടെയും ഇടപെടാൻ കഴിയാത്ത, അല്ലെങ്കിൽ ടെലിപ്രോംപ്റ്ററിന്റെ സഹായമില്ലാതെ പ്രസംഗിക്കാത്ത ഒരു പ്രധാനമന്ത്രിയും ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയൊക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ ജനങ്ങൾക്കറിയാം. നിങ്ങളിങ്ങനെ ആഴത്തിൽ മോശമായി ചിത്രീകരിച്ചതുകൊണ്ട്, വ്യക്തിഗതമായി ഒരാളെ ഉന്നം വെച്ചതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇല്ലാതായി കളയും എന്ന നിങ്ങളുടെ ചിന്ത മൗഢ്യമാണ്. അതിന് പകരം അദ്ദേഹം റബ്ബർ പന്തൊക്കെ നിലത്തേക്കടിച്ച് അതേ വേഗതയിലാണ് അദ്ദേഹം ഉയർന്നു പോകുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരു സാഹോദര്യമാണ്, മാനവികതയാണ്, കരുണയാണ്, സ്നേഹമാണ്, പാരസ്പര്യമാണ്, സഹിഷ്ണുതയാണ്, സമഭാവനയാണ്, ചേർത്ത് പിടിക്കലാണ്. അതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം. അദ്ദേഹത്തിന് പിടിച്ചു പറിച്ച് മാന്തി ഓടലും, അദ്ദേഹത്തിന് ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ വന്ധ്യംകരിക്കലും, അങ്ങനെ നിയമം തന്നെ തങ്ങൾക്ക് അനുകൂലമാക്കി ഉണ്ടാക്കലും, തങ്ങളൊരു 1000 മീറ്റർ നടക്കണമെങ്കിൽ അത് 400 തൊട്ട് അങ്ങോട്ട് നടന്നാൽ മതി എന്ന തരത്തിലുള്ള കുറുക്ക് വഴികളൊന്നും രാഹുൽ ഗാന്ധിക്ക് പഥ്യമല്ല. അദ്ദേഹം രാജധർമ്മത്തിലാണ് വിശ്വസിക്കുന്നത്. ഈ മഹത്തായ ഭാരതത്തിന്റെ സംസ്കൃതിയിൽ എല്ലാ കാലത്തും ഇവിടുത്തെ രാജാക്കന്മാരോട് ഇവിടുത്തെ കുലഗുരുക്കൾ പറഞ്ഞത് രാജധർമ്മം പാലിക്കാനും നിഷ്പക്ഷത പാലിക്കാനും നീതി പുലർത്താനും സത്യസന്ധരാകാനുമാണ്. അതല്ലാത്ത വഴിയിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ധർമ്മയുദ്ധത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി. ശരി, അല്ല ഈ ബീഹാറിലെ ഹിന്ദുത്വയുടെ സാധ്യതയെ നിങ്ങൾ തള്ളുകയാണ് പൂർണ്ണമായും? അല്ല, ബീഹാറിന് അല്ലെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇടമില്ല. പിന്നെ
നിഷാദെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഹിന്ദി മാത്രമല്ല, എത്ര മൈഥിലിയും സുർജാപൂരിയും അങ്കിക്കയും ബാജിക്കയും അത് മഗധിയും ഇങ്ങനെയൊക്കെയുള്ള എത്രയോ ഭാഷകൾ സംസാരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ ഇടകലർന്ന് താമസിക്കുന്ന വ്യത്യസ്ത ജാതിമത വിഭാഗങ്ങളുടെ പാരസ്പര്യമുള്ള സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യം, അതൊക്കെ മഹാഭാരത അതിനൊക്കെ പൂർണ്ണമായും മൗര്യഗുപ്ത സാമ്രാജ്യത്തിന്റെ പോയിന്റാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ഞാനൊന്ന് തിരിച്ചു വരാം വേഗം ചർച്ചയിലേക്ക്. ശരി, ഓക്കെ, അത് ക്ലിയർ ആണ്. ബർട്ടർ ക്ലീച്ചേഴ്സ്, ഈ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളുടെ ഒരു പ്രയോഗ സാധ്യത എന്തുമാത്രമാണ് ഈ ബീഹാർ ഇലക്ഷനിൽ? ബീഹാർ നമുക്കറിയാം, ഈ എന്താണ് അഗ്നിവീർ പോലെയുള്ള സംഗതികൾ കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ തൊഴിൽ മോഹങ്ങളെ സ്വാധീനിച്ച അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു നാടാണ് ബീഹാർ എന്ന പ്രത്യേകതയുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് ചില വെൽഫെയർ സ്കീംസ് പ്രഖ്യാപിക്കുകയും അതിപ്പോൾ റൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം എല്ലാ കുടുംബത്തിലും ഒരാൾക്ക് വീതം ജോലി എന്ന് പറയുന്ന വലിയ വാഗ്ദാനങ്ങൾ, 10,000 രൂപ വീതം സ്ത്രീകൾക്ക് പോലുള്ള വാഗ്ദാനങ്ങളാണ് അവിടെ തേജസ്വി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ പറയുന്ന ഇവർ നടത്തുന്ന ക്യാമ്പയിനിൽ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നു, അട്ടിമറിക്കപ്പെടുന്നത് പോലെയുള്ള പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ. സോ അത്തരം ജെന്യുവിൻ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യപ്പെടാനും അത് വോട്ടായി കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത എന്തുമാത്രം ബീഹാറിൽ അവശേഷിക്കുന്നുണ്ട്? ജനറൽ ഇഷ്യൂസ് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാകും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇപ്പം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ BJP പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമാണ് അവർക്കുണ്ടായത്. അവർക്ക് ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ മറ്റ് സഖ്യകക്ഷികളോട് 400 സീറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഗണ്യമായി കുറയുന്നതിനൊരു സാഹചര്യത്തിന് കാരണമെന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? ഹിന്ദുത്വ പൊളിറ്റിക്സോ അതല്ലെങ്കിൽ ആ പൊളിറ്റിക്സ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റ് എപ്പോഴും പരമാവധി നിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് റിസൾട്ട് കിട്ടത്തുള്ളൂ. എല്ലാ കാലത്തും ഈ ഒരു 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 ആൻറ്റി ഹിന്ദു, ആൻറ്റി മുസ്ലിം പൊളിറ്റിക്സിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയസ് സെൻറ്റിമെൻസിൻ്റെ ആ ഹീറ്റ് വളരെ വലിയ രീതിയിൽ നിലനിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഈ സ്വാഭാവികമായിട്ടും അത് എല്ലാ കാലത്തും അത് അങ്ങനെ നിലനിൽക്കാനൊക്കത്തില്ല. അങ്ങനെ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ മറ്റു പല മാർഗ്ഗങ്ങളും, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ പിന്തുണ വേണം. മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പിന്തുണയോടുകൂടിയൊക്കെയാണ് അതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ആദ്യം കമ്മ്യൂണലിസം കൊണ്ടുവരുന്നു, പിന്നീട് അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നമ്മൾ കണ്ടത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധം. ഈ പറഞ്ഞ ഹിന്ദി ബെൽറ്റിൽ ഉത്തർപ്രദേശിനകത്ത് BJPയുടെ സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്, ബീഹാറിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹിന്ദി ബെൽറ്റിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രതിഷേധത്തിന് പല കാരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഒരു 2014 അല്ലെങ്കിൽ 2019 ഒരു സാഹചര്യം ആയിരുന്നില്ല 2024. ആ ഒരു സാഹചര്യത്തിൻ്റെ ഒരു മാറ്റം പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഇൻഡോ US ടെൻഷനകത്ത് അല്ലെങ്കിൽ ആ ഒരു ടെൻഷനകത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രധാനമന്ത്രിയൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത അല്ലെങ്കിൽ BJP പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ ചില ആ ഒരു റിസൾട്ട് പഴയതുപോലെ ഇല്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റ് ചില നിങ്ങളുടെ പൊളിറ്റിക്സ് അങ്ങനെ നിലനിൽക്കാത്തൊരു സാഹചര്യത്തിൽ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിന് വളർച്ചയുണ്ടാവും. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റ് മതം എന്ന് പറയുന്ന ഒരു കേന്ദ്ര ബിന്ദു രാഷ്ട്രീയത്തിൽ നിന്ന് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കുറയുന്ന ഒരു സാഹചര്യം വരുന്നുടനെ തൊഴിലില്ലായ്മയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉയർത്തു വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു കാര്യം നരേന്ദ്രമോദി എപ്പോഴത്തെയും ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെല്ലിംഗ് പോയിന്റ് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ ഒരു വലിയൊരു ടവറിങ് ഒരു ജംബോ ഇമേജ് ആണല്ലോ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഘടകം. ലോക നേതാവായി വളർന്നു കഴിഞ്ഞ ഒരാൾ, ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ശേഷിയുള്ള ഒരാൾ, അമേരിക്കയുമായി മെച്ചപ്പെട്ട ബാന്ധവമുള്ള ഒരാൾ. ആ സംഗതി കുറച്ച് നിഴല് വീഴുന്നു എന്നാണോ? എന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്ക ആയിട്ടുള്ള ഇപ്പോൾ തീരുവ യുദ്ധത്തിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അമേരിക്ക ഇപ്പോഴും നമ്മളെ ത്രട്ടൺ ചെയ്യുന്നു. ട്രംപ് ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ സംഗതിയൊക്കെ സെല്ല് ചെയ്യാൻ പറ്റിയതായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. അപ്പം മോദി എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വ്യക്തിയുടെ പ്രഭാവം അത് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടാണ്, കർണാടക ഇലക്ഷനിൽ കണ്ടാണ്. സോ അതിന് ഇളക്കം തട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നത് BJP കാണുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ആ ഒരു വലിയ ഇമേജിന് സ്വാഭാവികമായിട്ട് ഇളക്കം തട്ടിയിട്ടുണ്ട്. അവർ BJP എത്രത്തോളം അത് അല്ല എന്ന് പറഞ്ഞാൽ പോലും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു പേരില്ല. അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് മന്ത്രിമാരുണ്ടെങ്കിൽ പോലും മോദിയെ റീപ്ലേസ് ചെയ്യാൻ മോദി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം BJPയിലുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനകത്തായാലും നമ്മൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളിനകത്തുള്ള
എല്ലാത്തിനകത്ത് കോവിഡ് ഫോട്ടോ മുതൽ പെട്രോൾ പമ്പിൻ്റെ ഉണ്ട്, GST കുറച്ചതിനകത്തുണ്ട്, എല്ലായിടവും ഉണ്ട് മോദി. അപ്പം മോദി എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു വലിയ സെല്ലിംഗ് പോയിൻ്റാണ്. അവർ വലിയ രീതിയിൽ അതിനെ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് മോദി ഹിന്ദുത്വയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ അയോധ്യ അമ്പലം തുറക്കുമ്പോഴായാലും തന്നെ എല്ലായിടവും മോദിയാണ്. ഇതേപോലെ തന്നെ ലോക നേതാവായിട്ട് വിശ്വഗുരുവായിട്ടൊക്കെ അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇൻഡോ അമേരിക്കൻ ടെൻഷൻസ് വരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനകത്ത് ഹിന്ദുത്വ പൊളിറ്റിക്സ് കുറച്ചൊരു സ്പെൻഡ് ഫോഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദുത്വ പൊളിറ്റിക്സ് അതൊരു ഇച്ചിരി ഓവർ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ പോലും സ്വാഭാവികമായിട്ടും ബീഹാറിലെ ഇലക്ഷനകത്ത് അവിടുത്തെ ഇപ്പോൾ സ്പെഷ്യൽ ഈ ഇലക്ട്രൽ റോൾ റിവിഷനകത്ത് മുസ്ലിങ്ങൾ കടന്നുകൂടി, ബംഗ്ലാദേശികൾ തുടങ്ങിയിട്ടുള്ള ലോക്കലി മുസ്ലിം വിരുദ്ധതയൊക്കെ തന്നെ കൺസോളിഡേറ്റ് ചെയ്യാൻ അവർ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കും എന്നുള്ളതിനകത്ത് യാതൊരു വിധമായ സംശയമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ ഒരു നേതാവല്ല, അവിടെ കോൺഗ്രസിന് വലിയ സീറ്റൊന്നും ഇല്ല, അതൊക്കെ സത്യമാണ്. പക്ഷേ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഈ ഒരു മാസ് ക്യാമ്പയിൻ, ആ മാസ് ക്യാമ്പയിന് നമ്മൾ കണ്ടതാണ്. അതൊരു ഗ്രാമങ്ങളിലൊക്കെ തന്നെ വലിയൊരു പിന്തുണ കിട്ടിയിട്ടുണ്ട്, വലിയൊരു ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ നിതീഷ് കുമാറിനെതിരെയായിട്ടുള്ള നിതീഷ്, അപ്പോൾ ഒരു ഇലക്ഷൻ പോരാട്ടത്തിന് വലിയ ബിൽഡപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പോരാട്ടം വളരെ ശക്തിയേറിയതാണെന്നാണ്. ഈ ഷാബു, അവിടെ ബീഹാറിന്റെ സവിശേഷത നമുക്കറിയാം. നിതീഷ് കുമാറിന്റെ സ്വാധീനമുള്ള സ്ഥലം BJP അലയൻസ് ഉണ്ടാക്കുന്നു, ചേർന്ന് പോകുന്നു. കഴിഞ്ഞ തവണ 115 ആയ സീറ്റാണ് JDU ഉണ്ടായിരുന്നത്. ഇത്തവണ JDUവിന് 101, BJPക്ക് 101 എന്ന് വെച്ചാൽ പതിയെ അതിൻ്റെ അകലം കുറയ്ക്കുന്നു. ഇപ്പോൾ സമാസമമാകുന്നു. അടുത്ത തവണ നേരെ തിരിയും എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ BJP നേരത്തെ നിതീഷ് കുമാറാണ് നേതാവ്, നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി, ഇനി നമ്പർ കുറഞ്ഞാലും നിതീഷ് മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നല്ലോ. ആ സമീപനം മാറി എന്നാണോ കാണുന്നത്? എന്ന് വെച്ചാൽ BJP തന്നെ കീ പ്ലെയർ, ജയിച്ചാലും അതിൻ്റെ അവകാശം ഞങ്ങൾക്ക്, തോറ്റാലും ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാം, ഇനിയിപ്പോൾ CM കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നതിൽ പോലും ഞങ്ങളുടെ സ്റ്റേക്ക് പ്രധാനമാണ് ഇനിയും എന്ന നിലയ്ക്ക് BJPയുടെ റോൾ അവിടെ ഒന്ന് മാറുകയും അവരതിൻ്റെ ഒരു എഡ്ജിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ടോ? എന്താണ് തോന്നുന്നത്? എന്തായാലും BJPക്ക് വളരെ നല്ല വളർച്ച ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും നിതീഷ് കുമാറിന്റെ ഒരു അവസാന ഇലക്ഷനാണ് ഇത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ആണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർക്കത് ആഗ്രഹിക്കാമല്ലോ, അങ്ങനെ പ്രവർത്തിക്കാമല്ലോ. നൗഷാദ് അലി ഇവിടെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്? BJP സഖ്യകക്ഷികളുടെ കൂടെ നിൽക്കുന്നു, അങ്ങനെ സഖ്യകക്ഷികൾ കൊണ്ട് അവിടെ നിന്ന് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു, അങ്ങനെ വളരുന്നു, അവർ പിന്നീട് ആ സംസ്ഥാനത്ത് വലിയ വളർച്ച നേടുന്നു. ഇതൊക്കെയല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഈ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെയല്ലേ? ഇനി ഇവിടെ നടന്നത് എന്താണ്? മഹാരാഷ്ട്രയിൽ നടന്നത് എന്താണ് ശരിക്ക്? BJPയും ഇവരും ശിവസേനയും ഒരുമിച്ച് ഇലക്ഷനിൽ മത്സരിച്ചു. BJP അവിടെ വലിയ കക്ഷിയായി, ഇവർ രണ്ടാമതായി. അപ്പോൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഖ്യത്തിൽ നിന്ന് പിണങ്ങി അവരുടെ ശിവസേനയുടെ വിധി അവർ തന്നെ എഴുതിയതാണ്. അതേസമയം അന്ന് NDAയുടെ ഭാഗമായി BJPയുടെ ഭാഗമായി നിന്നിരുന്നെങ്കിൽ ഇപ്പോഴും അവർ NDAയുടെ ഭാഗമായിട്ടുണ്ടാകുമായിരുന്നു. എന്ത് ചെയ്യാനാണ്? അവരുടെ വിധി അവർ തന്നെ എഴുതി, അവരുടെ കുഴി അവർ തന്നെ തോണ്ടി. അതിന് BJPക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിന്നെ BJP സംസ്ഥാനങ്ങളിൽ വളരും. ആ വളരാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇത് രാജതന്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസും ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പൊ അവർക്ക് പ്രത്യേക ശക്തിയൊന്നുമില്ല, ഓരോ സ്ഥലത്ത് അങ്ങനെ. അത് അവരുടെ അവസ്ഥ. അതിന് ഇവിടെ മാറിയിരുന്ന് വ്യാകുലപ്പെട്ടിട്ടെന്തേ BJP സഖ്യകക്ഷികളെ ഇല്ലാതാക്കിക്കൊണ്ട് മാറുന്നേ വളരുന്നേ എന്നൊക്കെ പറഞ്ഞ് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. നൗഷാദ് അലി, നിങ്ങൾ പ്രവർത്തിക്കൂ. ഈ പറഞ്ഞ പോലെ ചീപ്പ് നമ്പറുകൾ ഇറക്കി, പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾ ഇറക്കി ആൾക്കാരെ പറ്റിച്ച് നടക്കുന്ന ആ കാലമൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞു. 60കളിലും 70കളിൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾക്ക് അത്യാവശ്യം ബോധമൊക്കെ വന്നു. ജനങ്ങൾക്ക് ബോധം വന്നു. അവർ കൺമുമ്പിൽ അവർ വികസനം കാണുന്നുണ്ട്. ഇന്നത്തെ തലമുറ, ലോകത്തിലെ ഏറ്റവും വലിയ യുവതലമുറയാണ് ഇന്ത്യയിലുള്ളത്. അവരെയൊന്നും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഇപ്പം തങ്ങളുടെ എക്സിസ്റ്റൻസ്
വെളിപ്പെടുത്താൻ വേണ്ടി, ഉറപ്പിക്കാൻ, അങ്ങനെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ നമ്പറുകൾ ഇറക്കാം. അന്നേരം കുറച്ച് കിട്ടുന്ന വാർത്താ പ്രാധാന്യം എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ബീഹാറിലെയോ ഇന്ത്യയിലെയോ ജനങ്ങളുടെയും യുവജനങ്ങളുടെയും മനസ്സിൽ ഈ വോട്ട് ചോരിയൊന്നും ഒരു വിഷയമേ അല്ല. അത് ഇരിക്കുകയാണ് യുവജനങ്ങൾ ചെയ്യുന്നത്. ശരി, ശ്രീ നൌഷാദ് അലി, നിങ്ങളും പണിയെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 11ാം മണിക്കൂറിലെ സമീപനം എന്താണെന്ന് കാണണം. ബീഹാറിൻ്റെ ചുമതലയുള്ള നേതാവിനെ ഓടിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ, തമ്മിലടിക്കുകയാണ് അവിടെ. താങ്കൾ നേരത്തെ വളരെ പോസിറ്റീവായിട്ടൊരു ഫ്ലേവറിൽ അതിനെ പൊതിഞ്ഞു. കാരണം ഇത് അധികാരം കിട്ടാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാകുമ്പോൾ ആളുകൾ ആവേശം കൊള്ളുന്നത് സ്വാഭാവികമാണെന്ന്. ഇതങ്ങനെയല്ലല്ലോ. തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം ആളുകൾ തമ്മിലടിക്കുകയാണ്. ജനങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ജനങ്ങൾ എപ്പോഴും നോക്കുന്ന ഒന്ന്, ഒരു സ്ട്രെങ്തുള്ള, ഹെൽത്തുള്ള, ആരോഗ്യവും പവറുമുള്ള ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ഭരണം ഏൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവസാനത്തെ മൊമെന്റിലും ചിന്ന ഭിന്നമായ ഈ കളി കോൺഗ്രസിന് ആ ഒരു സംസ്കാരത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റിയിട്ടില്ലേ രാഹുൽ ഗാന്ധി ഇത്രയും പണിയൊക്കെ എടുത്തിട്ടും? അല്ല, ഇവിടെ ഈ തല്ല് അല്ലെങ്കിൽ ബഹളം എന്നൊക്കെ നിങ്ങൾ പറയുന്നത് അത്തരത്തിലൊക്കെയുള്ളൊരു പ്രകടനങ്ങളൊക്കെ നടത്താൻ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതൊരു 5-6 പേര് സംഘടിച്ച് എത്തിക്കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു മിനിറ്റ് ഒരു രംഗമൊക്കെ ചിത്രീകരിക്കാൻ പാകത്തിലൊക്കെയുള്ള പിന്നെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിനപ്പുറത്ത് അതിനകത്ത് ഒരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് അത്ര വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അതിലുപരിയായിട്ട് ഞാൻ രാഷ്ട്രീയമായ കാര്യങ്ങളെയാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ കേവലമായ വളരെ പരിമിതമായ തുച്ഛമായ വോട്ടെണ്ണത്തിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ഓരോ പിന്നെ അനഭിലഷണീയമായ നാടകങ്ങളാണ്. അതൊക്കെ പര്യവസാനിച്ചുകൊള്ളും. പക്ഷെ രാഷ്ട്രീയമാണ് അവിടെ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാനിവിടെ നേരത്തെ ഈ ഷാബു പ്രസാദ് തന്നെ പറഞ്ഞത് നിതീഷ് കുമാറിന്റെ അവസാന തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്നൊക്കെ. തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന വലിയ ഒരു ജനക്കൂട്ടം അവരൊരിക്കലും ഇതിനെ ഏകപക്ഷീയമായിട്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് ലയിപ്പിച്ചു കൊടുക്കാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. തീർച്ചയായിട്ടും നിതീഷ് കുമാർ ഒഴിയുന്ന സോഷ്യലിസ്റ്റ് വിടവ് കൂടി നികത്തുന്ന വലിയ നേതാവായിട്ട് അനധിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ നമുക്ക് തേജസ്വി യാദവിനെ കാണാൻ കഴിയും എന്ന എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവചനം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലാണ് ബീഹാറിന്റെ ഇത്തവണത്തെ ഇലക്ട്രലേറ്റ് പുരോഗമിക്കുക. അതുകൊണ്ട് അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് ആ ഒരു രാഷ്ട്രീയത്തെ നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാം എന്ന എൻ്റെ ഒരു ഉത്തമ വിശ്വാസം ഞാൻ പറയുകയാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇവിടെ ഈ ഷാബുവിനെ പറയുന്നു, ഇങ്ങനെ യുവാക്കള് മാറി, ഇപ്പൊ പിന്നെ പുതിയ തലമുറ വന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ് 2024 ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പ് ഫലം. ഇവിടെ ബീഹാറാണ് നമ്മുടെ വിഷയം. ബീഹാറിന്റെ വിഷയം മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രക്ക് കിട്ടിയൊരു സ്വീകാര്യതയുണ്ട്. അത് BJPക്കാർക്ക് പരസ്യമായി സമ്മതിക്കാൻ മടിയുണ്ടാവുക സ്വാഭാവികമാണ്. അത് ഇന്ത്യ മുഴുവൻ തിരിച്ചറിഞ്ഞ അവിടുത്തെ ഒരു രാഷ്ട്രീയ അനുരണനങ്ങളാണ്. തീർച്ചയായിട്ടും അവിടെ ആളുകളൊക്കെ മാറി. എല്ലാ കാലത്തും കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ഈ പറ്റിക്കലിനൊക്കെ വിധേയമായി കഴിഞ്ഞിരുന്ന മനുഷ്യന്മാരൊക്കെ മാറി ചിന്തിച്ചതിന്റെ ഒരു ഫലം കൂടിയാണത്. പിന്നെ കോൺഗ്രസ് നിരന്തരം തോൽക്കുന്നു, BJP നിരന്തരം ജയിക്കുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് ജയിക്കാനുള്ള കാരണമൊക്കെ എന്താണ് എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനു മുന്നിൽ ഒരക്ഷരം ഉരിയാടാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പൊ BJPയും കോൺഗ്രസും ഒരു 200 മീറ്റർ ഓട്ട മത്സരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ BJP ഒരു 75 മീറ്റർ കഴിഞ്ഞിട്ടാണ് BJPയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. കോൺഗ്രസ് ഇവിടെ 0 സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ 75 മീറ്ററിന്റെ പോലെയുള്ള മുൻതൂക്കങ്ങളാണ് ഇവരുടെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറികളിലൂടെ അവർക്ക് നിരന്തരം നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഗ്രേസ് മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് മാർക്ക് കൂടുതൽ നിരന്തരം ലഭിക്കുക സ്വാഭാവികമാണ്. പക്ഷെ ഇതൊക്കെ നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കോളം കക്കാൻ കഴിയില്ല. അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇതൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച് ഇവരുടെ ഈ ഗ്രേസ് മാർക്കിനെ കൂടി കവച്ചു വെക്കും വിധമുള്ളൊരു ജനവിധിയാണ് ഇവിടെ വരിക. അല്ലാതെ ഇവരുടെ ഈ ഗ്രേസ് മാർക്കിനെ ഒന്നും നമുക്ക് ഇവർ അധികാരത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. അവരുടെ ഈ ഗ്രേസിനെ മറികടക്കുന്ന ഒരു ജനവിധി, അത് സമ്പൂർണ്ണമായിട്ട് ജനം ഒത്തുചേർന്ന് അങ്ങനെ ഒരു ജനവിധി നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പരാജയം നേരിടും. ആ പരാജയത്തിന് ശേഷം
വീണ്ടും ഒരു ഇന്ത്യ പഴയ ഇന്ത്യ ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അംഗം അങ്ങേയറ്റം ചൂടുപിടിക്കുമ്പോൾ അപ്രവചനാതീത സ്വഭാവത്തിലേക്ക് അത് മാറുന്നുണ്ട്. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമുള്ളത് സുശക്തരായ പാർട്ടികളും മുന്നണികളുമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ബീഹാർ ജനം എടുക്കുക എന്നത് നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം. ഞാനത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സി നൌഷാദ് അലി, സി ബർട്ടർ ക്ലീറ്റസ്, ഷാബു പ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനുള്ള വേണം.